കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച തർക്കം തുടരുന്ന പശ്ചാത്തലത്തിൽ ദില്ലിയിൽ ഇന്ന് കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച തീരുമാനം ഒരാഴ്ചയ്ക്കകം എടുക്കും എന്നാണ് സൂചന. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, സാധ്യതാ പട്ടിക മുന്നിൽ വെച്ചുകൊണ്ടുള്ള ആലോചനകളും യോഗങ്ങളുമാണോ തുടരുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം എന്തായാലും ഇന്ന് തന്നെ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകില്ല. നിലവിൽ നിരവധി തർക്കങ്ങൾ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് സമർപ്പിച്ചതിൽ ഉണ്ട് എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. കേരള നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. 11 മണിയോടുകൂടി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം AICC-യുടേത് ആരംഭിക്കും. രാഹുൽ ഗാന്ധിയുടെ വസതിയിലോ അല്ലെങ്കിൽ ആർ ബി ഗഞ്ചിലെ രാഹുൽ ഗാന്ധിയുടെ വാർ റൂം എന്നറിയപ്പെടുന്ന ഓഫീസിലോ വെച്ചായിരിക്കും ചർച്ച എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ലഭ്യമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയമായിരിക്കുന്നത് മുതിർന്ന നേതാക്കൾ മത്സരിക്കണമോ വേണ്ടയോ എന്നതാണ്. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ മത്സരിക്കണം എന്ന നിർബന്ധം കേരളത്തിൽ നിന്നുണ്ട്. അത് വിവിധ ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്നുള്ളപ്പോൾ ഗ്രൂപ്പ് സംയുക്തമായി KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. എന്നാൽ ഇരുവരും മത്സരിക്കില്ല എന്ന് പറയുന്നു. കൂടാതെ ഇപ്പോൾ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആലപ്പുഴയിൽ പകരം ആര് എന്നതും കണ്ടെത്തേണ്ടി വരും. സിറ്റിംഗ് MPമാർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചതോടുകൂടി ആ സീറ്റുകളിൽ തർക്കം മാറി. പക്ഷെ പകരം ബാക്കി വരുന്ന 7ഓളം സീറ്റുകളിലാണ് വളരെ രൂക്ഷമായ തർക്കം നിലനിൽക്കുന്നത്. കൂടാതെ ഈ ഇടുക്കി കോട്ടയം സംബന്ധിച്ച് കേരള കോൺഗ്രസുമായി ഇപ്പോഴും ഒരു ധാരണയിൽ കോൺഗ്രസ് എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് ചില അടിയറ നീക്കങ്ങൾ സീറ്റ് വെച്ചുമാറുന്നത് സംബന്ധിച്ച് നടക്കുന്നുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കോട്ടയം സീറ്റ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ പകരം മറ്റേതെങ്കിലും ഒരു സീറ്റ് കേരള കോൺഗ്രസിന് കൊടുക്കേണ്ടി വരും. കാരണം കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൊടുത്താൽ മതിയാകും എന്ന ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഈ നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥി പട്ടികയിലും ഒന്നിൽ കൂടുതൽ പേരുകളാണ് ഇരു ഗ്രൂപ്പുകളും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒറ്റ പേരാണ് എന്ന് നേതാക്കൾ KPCC നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഹൈക്കമാൻഡിന് മുമ്പിൽ എത്തിയത് ഒന്നിൽ കൂടുതൽ പേരാണ്. പലതിലും 3ഓ 4ഓ പേരുകൾ ചില മണ്ഡലങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിലാകട്ടെ MM ഹസൻ അടക്കം സിദ്ദിഖ്, ഷാനിമോൾ, അബ്ദുൾ മജീദ് തുടങ്ങിയവരുടെ പേരുകളുണ്ട്. ഇത് കൂടാതെ MA ഷാനവാസിന്റെ മകളും വയനാട്ടിൽ സ്ഥാനാർത്ഥി, അങ്ങനെ ഒരു പേര് വലിയൊരു ലിസ്റ്റ് തന്നെ വയനാടുമായി ബന്ധപ്പെട്ടുണ്ട്. കാസർഗോഡ് ഗ്രൂപ്പിന്റെ തന്നെ 3 പേരുകളാണ് നൽകിയിരിക്കുന്നത്. തൃശ്ശൂര് TN പ്രതാപൻ അടക്കമുള്ള 3 പേരുകൾ തൃശ്ശൂരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ വലിയ ചർച്ചകൾ വേണ്ടിവരും. ഗ്രൂപ്പുകൾ ആദ്യം ഇക്കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തണം. ആ ഒറ്റ പേരുമായി വന്നാൽ മതിയെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചെങ്കിൽ പോലും അങ്ങനെ ഒരു പേരിലേക്ക് കേരള നേതാക്കൾക്കും എത്താൻ കഴിഞ്ഞില്ല. സന്തോഷ്, ഏതായാലും സന്തോഷ് സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെ ഒരു ബാലൻസ് ചെയ്യുന്ന നിലയിലായിരിക്കണം 2ഓ 3ഓ പേരുകളൊക്കെ ഒരു ലിസ്റ്റിൽ തന്നെ വരുന്നത്. ആ നിലയിൽ ഇപ്പോൾ ദില്ലിയിൽ ക്യാമ്പ് ചെയ്യുന്ന കേരളത്തിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്? ഇപ്പോൾ കേരളത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖ നേതാക്കൾ എല്ലാവരും, KPCC നേതാക്കൾ എല്ലാവരും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇവരെല്ലാവരും ഹൈക്കമാൻഡ് ഇതിന്റെ ചർച്ചയ്ക്കായി ക്ഷണിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് നേതാക്കൾ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ സ്ഥാനാർത്ഥികളാകാൻ താല്പര്യമുള്ളവരും ഡൽഹിയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. കേരള ഹൗസിലൊക്കെ അതിന്റെ ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും ഈ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ചുള്ള അന്തിമ ചർച്ചയിൽ എങ്ങനെയെങ്കിലും ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമം നടക്കുന്നത് കാണാൻ കഴിയും. പക്ഷേ ഇപ്പോഴും ഈ കേരള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പേരിൽ എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. ഹൈക്കമാൻഡ് ഇന്ന് കൂടുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു കർശന നിർദ്ദേശം നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ MLAമാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലും ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കണം. കാരണം ആറ്റിങ്ങലും ആലപ്പുഴയിലുമൊക്കെ, ഇപ്പൊ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിൽ നൽകുന്ന പേരുകളിൽ MLAമാരുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ അടൂർ പ്രകാശ് MLAയുടെ പേര് സജീവമായിട്ട്. അപ്പൊ അത് വേണ്ട എന്നാണ് ഹൈക്കമാൻഡ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഇനിയിപ്പോ ഹൈക്കമാൻഡ് ഇപ്പോൾ AICC നേതൃത്വത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണം. അങ്ങനെയുണ്ടെങ്കിൽ ആ പേരുകൾ മാറ്റും, പകരം പുതിയ പേരുകൾ കൊണ്ടുവരും. അപ്പൊ ഇതിലൊക്കെ ഒരു ധാരണയിൽ ആദ്യം എത്തുക. അതിനുശേഷം ഈ കേരള നേതാക്കൾ പറയുന്നത് മുതിർന്ന നേതാക്കൾ MLAമാർ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കണം. ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത് ഒരു പേരിലേക്ക് നേതാക്കൾ ആദ്യം ധാരണയിൽ എത്തുക എന്നാണ്. അപ്പൊ ഇന്ന് ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച, അതിനുശേഷം പിന്നീട് കേരള നേതാക്കൾ AK ആന്റണിയുടെ നേതൃത്വത്തിൽ
നേതൃത്വത്തിൽ വീണ്ടും ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പിന്നെ നാളെ മുതൽ ഡൽഹിയിലില്ല. 14-ാം തീയതി അദ്ദേഹം കേരളത്തിലെത്തും. അപ്പൊ കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കണം എന്നതായിരുന്നു ഹൈക്കമാൻഡ് ഒരു ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതിന് കഴിയില്ല. പിന്നീട് വീണ്ടും അദ്ദേഹം 15-ാം തീയതി ഡൽഹിയിൽ എത്തിയതിനു ശേഷം ആയിരിക്കും ഇത്തരത്തിലൊരു ധാരണ എത്തുക എന്നാണ്. ശരി സന്തോഷ്, വ്യക്തമാണ്. ദില്ലിയിൽ നിന്ന് സന്തോഷ് സർലിംഗ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. സന്തോഷ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു അന്തിമ രൂപം കേരളത്തിൽ മത്സരിക്കുന്നത് ആരൊക്കെ എന്ന നിലയിൽ ഉണ്ടാകില്ല. അത് നീണ്ടുപോകാനുള്ള സാധ്യതകളാണ് നമുക്ക് ലഭിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിലെ സ്ഥാനാർത്ഥി നിർണയവും പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ച ഇന്ന് കെ എം മാണിയുടെ വസതിയിൽ ഉണ്ടാകും. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കെ എം മാണിയെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ചകൾ നടക്കുക. ടി പി പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഒരു വലിയ പ്രതിസന്ധിയാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും തുടരുന്നത്. ഇതിൽ ഇന്നെങ്കിലും ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ കേരള കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇത് പ്രഖ്യാപിക്കുക എന്നുള്ളത്, കാരണം ഇവർക്ക് ലഭിച്ച സീറ്റിൽ പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ആയിട്ടില്ല എന്നുള്ളത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ്. കാരണം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ പാർലമെന്ററി കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും എല്ലാം കൂടിയിരുന്നു. പാർലമെന്ററി കമ്മിറ്റിയിൽ തനിക്ക് മത്സരിക്കണമെന്നുള്ള മോഹം പി ജെ അവതരിപ്പിച്ചെങ്കിലും സ്വന്തം തട്ടകമായ കോട്ടയത്ത് മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ സാഹചര്യം അതിൽ പ്രയാസമുണ്ട് എന്നുള്ള തരത്തിലാണ് കെ എം മാണി അദ്ദേഹത്തോട് പറഞ്ഞത്. തുടർന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നെങ്കിലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും MLA-മാർ മത്സരിക്കേണ്ടതില്ലെന്നും ഇവിടെ കോട്ടയം മണ്ഡലത്തിൽ തന്നെ യോഗ്യരായ സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി ആരാകണം എന്ന് നിശ്ചയിക്കാൻ പാർട്ടി ചെയർമാൻ കെ എം മാണിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പാലായിലെ വസതിയിൽ മണ്ഡലം പ്രസിഡന്റുമാരെ എല്ലാം തന്നെ കെ എം മാണിയെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒപ്പം സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ചില നേതാക്കന്മാരെയും സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. പ്രശാന്ത്, ഈ യോഗത്തിൽ പി ജെ ജോസഫും പങ്കെടുക്കുമോ? സ്ഥാനാർത്ഥി സംബന്ധിച്ച കാര്യത്തിൽ പ്രഖ്യാപനം നടത്താം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളും കൂടിക്കാഴ്ചകളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രശാന്ത്, ഈ യോഗത്തിൽ പി ജെ ജോസഫും പങ്കെടുക്കുമെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? നിലവിൽ പി ജെ ജോസഫ് ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും പാർലമെന്ററി കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്തിരുന്നു. അതിനുശേഷം ചുമതല ആരെന്ന് നിശ്ചയിക്കാനുള്ള ചുമതല കെ എം മാണിയെ ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പി ജെ ജോസഫ് പങ്കെടുക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഇനി ഇവിടെ സ്ഥാനാർത്ഥി, അതായത് രണ്ടിലെ ചിഹ്നത്തിൽ ആര് മത്സരിക്കണം, കോട്ടയത്ത് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കെ എം മാണിയാണ്. അത്തരത്തിലുള്ള ചുമതലയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി കെ എം മാണിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലത്തിലെ ഭാരവാഹികളെല്ലാം തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളും കൂടിയാലോചനകളും നടത്താൻ കെ എം മാണി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരെന്ന് കെ എം മാണിയായിരിക്കും നിശ്ചയിക്കുക. കെ എം മാണിയായിരിക്കും സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ശരി പ്രശാന്ത്, വ്യക്തമാണ്. ഏതായാലും കെ എം മാണിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുക. നിർണായകമായ തീരുമാനം അവർക്കും എടുക്കാൻ കഴിയുമോ എന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മാമാങ്കത്തിനാണ് കൊടിയേറിയത്. കേന്ദ്രം ഭരിക്കുന്ന NDA ഒരു വശത്തും 21 പ്രതിപക്ഷ കക്ഷികൾ മറുപക്ഷത്തും അണിനിരക്കുന്ന തെരഞ്ഞെടുപ്പിനായി രാജ്യവും ഒരുങ്ങുന്നു. 2014 കുറഞ്ഞ ഭൂരിപക്ഷത്തിന് BJP വിജയിച്ച 117 സീറ്റുകൾ ഇത്തവണ NDAയുടെ വിജയപരാജയം നിശ്ചയിക്കും. 3 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ തള്ളിയിട്ട കർഷക പ്രക്ഷോഭങ്ങൾ, നോട്ടുമാറ്റമുണ്ടാക്കിയ ദുരിതം, GSTയിലൂടെ അടിത്തറ തകർന്ന ചെറുകിട കച്ചവട മേഖല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന വിഷയങ്ങൾ നിരവധി. 3 ദശാബ്ദത്തിനു ശേഷം ആദ്യമായാണ് BJPക്ക് 2014 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷേ 5 വർഷത്തിനു ശേഷം കാര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു. ഉത്തർപ്രദേശ്, കർണാടക, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നായി വെറും 10% താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ച 117 ലോക്സഭാ മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ ഇത്തവണ അനുകൂലമല്ല. ഉത്തർപ്രദേശിൽ 10,000 താഴെ മാത്രം ഭൂരിപക്ഷത്തിലാണ് 34 സീറ്റിൽ ജയിച്ചത്. സമാജ്വാദിയും BSPയും സഖ്യമായതോടെ ഈ സീറ്റുകളിൽ BJP പരാജയപ്പെടുമെന്ന് സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു. കർണാടകയിലും ജാർഖണ്ഡിലുമായി 10ഓളം സീറ്റുകളിൽ 2014 ഭൂരിപക്ഷം 10,000 താഴെയായിരുന്നു. ഇവിടങ്ങളിൽ വോട്ട് ചോർച്ച തടയാൻ പ്രതിപക്ഷം സഖ്യമായി മത്സരിക്കുന്നു. പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ തവണ ആകെ ലഭിച്ച 5 സീറ്റ് ഇത്തവണ ഒപ്പമുണ്ടാകില്ലെന്നും സൂചന. കേരളത്തിലെ 20 സീറ്റുകളിലും പ്രതീക്ഷ വേണ്ടെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് മുഴുവൻ സ്ഥാനാർത്ഥി ലിസ്റ്റും പ്രഖ്യാപിച്ചിട്ടില്ല.
നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം സീറ്റുകളേറെയും സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വരുന്ന അവസ്ഥയാണ്. പ്രാദേശിക പാർട്ടികൾ ചുവടുറപ്പിക്കാം. 130 മില്യൺ വരുന്ന യുവ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും എന്നതാണ് പ്രധാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ലോക്സഭയോടൊപ്പം തെരഞ്ഞെടുപ്പുകൾ നടക്കുക. അതേസമയം ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഒറ്റഘട്ടമായി ഏപ്രിൽ 11-നാണ് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഒഡീഷയിലാകട്ടെ 4 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ്. ഒഡീഷയിൽ ഏപ്രിൽ 11-ന് ആദ്യഘട്ടം ആരംഭിക്കും. അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഒറ്റഘട്ടമായി ഏപ്രിൽ 11 തന്നെയാണ് തെരഞ്ഞെടുപ്പ്. ഈ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ മെയ് 23-ന് ഫലപ്രഖ്യാപനമുണ്ടാകും. The Commission has decided to hold elections for these legislative assemblies for these 4 states simultaneously with the general elections to the 17th Lok Sabha. 176 നിയമസഭാ സീറ്റുള്ള ആന്ധ്രാപ്രദേശിൽ 99 സീറ്റുകളുമായി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയാണ് ഭരിക്കുന്നത്. 66 സീറ്റുള്ള YSRCP ആണ് ആന്ധ്രയിലെ പ്രതിപക്ഷം. 3 നിയമസഭാ സീറ്റുകൾ മാത്രമേ BJPക്ക് ആന്ധ്രയിലുള്ളൂ. 32 നിയമസഭാ സീറ്റുള്ള സിക്കിമിൽ 23 സീറ്റ് കൈവശമുള്ള സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ പ്രതിപക്ഷമായ SKMനെ കൂട്ടുപിടിച്ച് താഴെയിടാനുള്ള തന്ത്രങ്ങളാണ് BJP ഇത്തവണ മെനയുന്നത്. 147 സീറ്റുള്ള ഒഡീഷയിൽ 117 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന BJD ഇത്തവണയും മന്ത്രിസഭ രൂപീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കോൺഗ്രസിന് 16 സീറ്റും BJPക്ക് 10 സീറ്റുമാണ് ഒഡീഷയിലുള്ളത്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പിന്നിൽ മോദി സർക്കാരിന് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ആരോപണം. 60 നിയമസഭാ സീറ്റുള്ള അരുണാചൽ പ്രദേശിൽ 48 സീറ്റുമായി BJPയാണ് അധികാരത്തിൽ. 5 സീറ്റുള്ള NPPയും 2 സീറ്റുള്ള INDയും BJPക്കൊപ്പമാണ്. പ്രതിപക്ഷമായ കോൺഗ്രസിന് 5 സീറ്റുകൾ മാത്രമാണ് അരുണാചലിലുള്ളത്. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ഭിന്നത രൂക്ഷമായിരിക്കെ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മതിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തണമെന്ന കാശ്മീരി നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം പ്രഖ്യാപിച്ചത്. കാശ്മീരിൽ 6 ലോക്സഭാ സീറ്റുകളിലേക്ക് 5 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലത്ത് KN ബാലഗോപാലിനായി വോട്ടഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി. ഇടതുമുന്നണി ലോക്സഭയിൽ അംഗത്വം വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ സമയം ലഭിച്ചത് പ്രചരണം നന്നാക്കുമെന്നും കോടിയേരിയും അഭിപ്രായപ്പെട്ടു. കൊല്ലത്ത് ദേശാഭിമാനിയുടെ എഡിഷൻ ഉദ്ഘാടന വേദിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൂടി വേദിയായത്. ദേശാഭിമാനി കൊല്ലം എഡിഷൻ കെട്ടിടത്തിന്റെയും പ്രസിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും നിർവഹിച്ചു. തുടർന്ന് ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി KN ബാലഗോപാലിനായി വോട്ട് അഭ്യർത്ഥിച്ചത്. ഈ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുകയായിരുന്നു. സ്വാഗത പ്രസംഗം നടത്തിയ സഖാവ് ബാലഗോപാൽ ഇവിടുത്തെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ നമുക്ക് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരും ആകാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-ന് നടത്തുന്നത് നന്നായെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇടതുമുന്നണി MLA-മാരെ മത്സരിപ്പിക്കുന്നതിനെ പരിഹസിക്കുന്ന BJP കുമ്മനത്തെ ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് മത്സരിപ്പിക്കുന്നതിനെ തിരിച്ചു പരിഹസിച്ചു. വോട്ടർമാരെ കാണാൻ കൂടുതൽ സമയം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് KN ബാലഗോപാലും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രതിലോമ ശക്തികളുടെ ആക്രമണങ്ങൾക്ക് ഇരയായവരുടെ വീടുകൾ സന്ദർശിച്ചാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. കൂത്തുപറമ്പിലെ പുഷ്പനെയും രക്തസാക്ഷികളുടെ അമ്മമാരെയും കുടുംബാംഗങ്ങളെയും കണ്ട് വോട്ടഭ്യർത്ഥിച്ച അദ്ദേഹത്തെ വികാരനിർഭരമായാണ് അവരെല്ലാം സ്വീകരിച്ചത്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ശയ്യാവലംബിയായി കഴിയുന്ന മേനപ്രം പുഷ്പനെ സന്ദർശിച്ചാണ് P ജയരാജൻ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. കൂടുതൽ സന്തോഷവാനായിരുന്നു പുഷ്പൻ. സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം എല്ലാ വിജയാശംസകളും നേർന്നു. ചെറ്റക്കണ്ടി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് രക്തസാക്ഷി മണ്ഡപത്തിലും സുബീഷിന്റെ വീട്ടിലും P ജയരാജൻ സന്ദർശനം നടത്തി. 1981-ൽ RSS സംഘം കൊലപ്പെടുത്തിയ മൂർക്കോത്ത് ചന്ദ്രന്റെയും 2015-ൽ RSS ബോംബെറിഞ്ഞുകൊന്ന പള്ളിച്ചാൽ വിനോദിന്റെയും വീടുകൾ P ജയരാജൻ സന്ദർശിച്ചു. RSS പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട താഴേക്കുന്നത്തുപറമ്പിൽ അജയൻ, പാറാട് പുത്തൂരിലെ കല്ലായി അനീഷ്, പറമ്പത്ത് അജയൻ എന്നിവരുടെ വീടുകളും P ജയരാജൻ സന്ദർശിച്ചു. ഇവരുടെയെല്ലാം കുടുംബാംഗങ്ങളെ കണ്ട് സ്ഥാനാർത്ഥിയായ വിവരവും അതുപോലെ തന്നെ
എല്ലാ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങിയത്. രക്തസാക്ഷി കുടുംബങ്ങളിൽ വികാരനിർഭരമായ സ്വീകരണമായിരുന്നു പി ജയരാജന് ലഭിച്ചത്. ഓരോ കുടുംബാംഗങ്ങളും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നും കൂടെയുണ്ടാകുമെന്നും വിജയം സുനിശ്ചിതമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് പി ജയരാജനെ യാത്രയാക്കിയത്. ഏറ്റവും അവസാനമായി ഇന്നത്തെ ആദ്യത്തെ പര്യടനത്തിൽ അദ്ദേഹം വനിതാ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ പര്യടനം അവസാനിപ്പിച്ചത്. വടകര മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ ഫിറോഷ് കൂട്ടാലിക്കൊപ്പം പി വി ജോഷില. വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ പി കെ ശ്രീമതി ടീച്ചർ. മുഖാമുഖം പരിപാടിയിൽ കണ്ണൂരിന്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ കച്ചവടക്കാരും വ്യവസായികളും ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽപ്പെട്ടവരെത്തി. സ്ത്രീശക്തി പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചടങ്ങോടുകൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള പി കെ ശ്രീമതിയുടെ ആദ്യ പ്രചരണ ദിനം അവസാനിച്ചത്. മണ്ഡലത്തിൽ ഏതു പരിപാടിക്ക് ക്ഷണിച്ചാലും നിരസിക്കാതെ സമയം കണ്ടെത്തി പങ്കെടുക്കുന്നതാണ് ശ്രീമതി ടീച്ചറുടെ ശീലം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ പ്രചരണ ദിനത്തിലും നേരത്തെ നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളും പ്രചരണ പരിപാടികളുമായി മുഴുവൻ സമയവും ജനങ്ങൾക്കിടയിലായിരുന്നു ശ്രീമതി ടീച്ചർ. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള 3 മുഖാമുഖം പരിപാടികളായിരുന്നു പ്രധാന പ്രചരണ പരിപാടി. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവർ കണ്ണൂരിന്റെ ആവശ്യങ്ങൾ ശ്രീമതി ടീച്ചർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മനസ്സുകൊണ്ട് വീണ്ടും ശ്രീമതി ടീച്ചറെ കണ്ണൂരിലെ വോട്ടർമാർ തിരഞ്ഞെടുത്തു എന്ന് വ്യക്തമാകുന്നതായിരുന്നു ജനങ്ങളുടെ പ്രതികരണം. ഈ മണ്ഡലത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുന്ന, നാടിനു വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ വികസന രംഗത്ത് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി ആണ് വേണ്ടതെന്നുള്ള ആഗ്രഹം പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുഖമാണ് എല്ലായിടങ്ങളിലും ഞാൻ കണ്ടത്. സാമൂഹ്യ സേവന രംഗത്തെ മികവിന് കൃഷ്ണ ജ്വൽസ് ഏർപ്പെടുത്തിയ 2019 സ്ത്രീശക്തി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതായിരുന്നു മറ്റൊരു പരിപാടി. പ്രൗഢമായ ചടങ്ങിൽ വ്യവസായ മന്ത്രി ഇ പി ജയരാജനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കണ്ണൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ചാണ് ശ്രീമതി ടീച്ചറെ സ്ത്രീശക്തി പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറിന് വിജയാശംസ നേർന്ന എഴുത്തുകാരി പി വത്സല. വികസന രംഗത്ത് മാതൃകാ പ്രവർത്തനം നടത്തിയ പ്രദീപ് കുമാർ വിജയിക്കണമെന്ന് പി വത്സല പറഞ്ഞു. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും എ പ്രദീപ് കുമാർ വോട്ടഭ്യർത്ഥന തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാർ എഴുത്തുകാരി പി വത്സലയെ വീട്ടിലെത്തി കണ്ടത്. കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ പി വത്സല വികസന കാര്യങ്ങൾ പ്രദീപ് കുമാറുമായി സംസാരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് പ്രദീപ് കുമാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്ന് പി വത്സല പറഞ്ഞു. വേറിട്ട വികസന മാതൃക അവതരിപ്പിച്ച പ്രദീപ് കുമാർ പാർലമെന്റിലെത്തണമെന്നും വത്സല അഭിപ്രായപ്പെട്ടു. ഏറ്റവും താഴെ സാമ്പത്തിക നിലയിലുള്ളവർ മുതൽ ഏറ്റവും ഉയർന്ന മണ്ഡലത്തിലുള്ളവർ പോലും കാക്ഷിക്കുന്നത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം. അതാണ് നമ്മളുടെ ഒരു വികാസത്തിൻ്റെ തന്നെ തെളിവ്. അപ്പോൾ ഇങ്ങനെ ഒരു രംഗം അത് കയ്യിലെടുത്തു എന്നത് നമ്മൾക്കൊക്കെ ആശാവഹമായ പ്രതീക്ഷ നൽകും. ദീപകുമാർ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച, ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ആയിരിക്കും. വികസനം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാന ചർച്ചയാവുമെന്ന് പ്രദീപ് കുമാറും വ്യക്തമാക്കി. കോഴിക്കോട് ആവുമ്പോൾ വികസനം ചർച്ച ചെയ്യപ്പെടും. കാരണം നമ്മളെല്ലാം കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ അതിന് പുറത്തും ചർച്ച ചെയ്യപ്പെട്ട പദ്ധതികൾ നമ്മുടെ അടുത്തുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ ഉയർന്നവരും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ഈ മണ്ഡലത്തിൽ തീർത്തും അനുകൂലമായിരിക്കും. AK ലതീഷ്, കോഴിക്കോട്. LDF എറണാകുളം ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഇന്ന് നടക്കും. കൺവെൻഷൻ MA ബേബി ഉദ്ഘാടനം ചെയ്യും. വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ഇടതു സ്ഥാനാർത്ഥി പി രാജീവ്. വോട്ടർമാരിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വൈകിട്ട് 5-ന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കും. കൺവെൻഷനോടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനം ആകെ പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രമുഖരെ നേരിട്ട് കാണുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി പി രാജീവ്. പ്രൊഫസർ MK സാനു, ഡോക്ടർ M ലീലാവതി എന്നിവരെ സന്ദർശിച്ച് ആദ്യ ദിനം തന്നെ അനുഗ്രഹം തേടിയിരുന്നു. അന്തരിച്ച CPIM നേതാക്കളായ E ബാലാനന്ദൻ, സൈമൺ ബ്രിട്ടോ എന്നിവരുടെ വീടുകളിലെത്തി വോട്ടഭ്യർത്ഥിച്ചായിരുന്നു 2ാം ദിവസത്തെ പര്യടനത്തിന്റെ തുടക്കം. ആവേശകരമായ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് പി രാജീവ് പറഞ്ഞു. വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് പൊതുവെ സമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകർ, മുന്നണി പ്രവർത്തകർ എല്ലാം തന്നെ നല്ല ആവേശത്തോടു കൂടി സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആവേശത്തെ വോട്ടാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി ഏർപ്പെടേണ്ടത്.
കേരളത്തിലെ വോട്ടെടുപ്പ് ഏപ്രിൽ 23-നായതിനാൽ പ്രചരണത്തിന് മതിയായ സമയം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രമുഖരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുള്ള പ്രചരണം ഇന്നും തുടരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടവും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ പ്രവർത്തനങ്ങളുമായിരിക്കും തന്റെ പ്രചരണത്തിൽ മുഖ്യമെന്ന് സി ദിവാകരൻ. തിരുവനന്തപുരം വിമാനത്താവളം പോലും കച്ചവടമാക്കിയ സിറ്റിംഗ് എംപിയുടെ വികസന വിരോധം ജനങ്ങൾ മനസ്സിലാക്കി തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നും തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി സി ദിവാകരൻ പ്രതികരിച്ചു. ഒരു വശത്ത് തിരുവനന്തപുരത്തിന് വാഗ്ദാനങ്ങൾ മാത്രം നൽകി പറ്റിച്ച സിറ്റിംഗ് MP ശശി തരൂർ, മറുവശത്ത് രാജ്യത്ത് തന്നെ അഴിമതി നടത്തി കുത്തകകൾക്ക് തീരെഴുതിയ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർ തന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. എതിരാരാണെന്ന് നോക്കിയല്ല, നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നതെന്നും തിരുവനന്തപുരം LDF സ്ഥാനാർത്ഥി സി ദിവാകരൻ പറഞ്ഞു. നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആളുകൾ മറുപടി പറയേണ്ട ഒരു കാര്യം ഞാൻ ഗൗരവമായി തിരുവനന്തപുരത്തെ പൗരാവലിയുടെ മുമ്പിൽ, വോട്ടർമാരുടെ മുമ്പിൽ ഉന്നയിക്കാൻ. ഈ തിരുവനന്തപുരത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു അഭിമാനവും സമ്പത്തും സ്വപ്നവുമാണ് അന്താരാഷ്ട്ര വിമാനത്താവളം. എന്തിനാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഈ അദാനിക്ക് കൈമാറി? നഗ്നമായ കച്ചവടമല്ലേ? ആ കച്ചവടത്തിനെ എതിർക്കാൻ ഞങ്ങളല്ലാതെ, നിങ്ങൾ ഈ പറയുന്ന മൂന്നാം സ്ഥാനക്കാരല്ലാതെ, ഇടതുപക്ഷ പ്രസ്ഥാനമല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? താൻ നിന്നിടത്തെല്ലാം വിജയം കണ്ടിട്ടുണ്ട്, വിജയിച്ചിടത്തെല്ലാം വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും തന്റെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയാൻ തെരഞ്ഞെടുപ്പ് വരെയുള്ള ദിവസങ്ങൾ ധാരാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ കരുതാപ്പള്ളി പോകുമ്പോൾ അത് സിറ്റി സീറ്റ് അല്ലത്, ഞാൻ കൈവശി പോയതാ. അതാ ഇവിടുത്തെ എത്ര ദൂരം, 150 കിലോമീറ്റർ അകലെയാണ്. എനിക്കൊരു പരിചയമില്ല. ഞാൻ അവിടെ ജയിച്ചതെന്ന് മാത്രമല്ല, അവിടെ എല്ലാം ചെയ്തു. ഇവിടെ ജനപ്രതിനിധികൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അറിയാൻ ചോദിച്ചാൽ, നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് കരുതാപ്പള്ളിയിൽ. അവിടെ 10 കൊല്ലം ഞാൻ എന്താണ് ചെയ്തത്? നിങ്ങൾ നെടുമങ്ങാട്ട് പോയി ചോദിച്ചു നോക്ക്. 2.5 കൊല്ലം ആള് ഞാൻ. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന റവന്യൂ വകുപ്പ് ഭവനരഹിതർക്കായി ആവിഷ്കരിച്ച ഭൂമിഗീതം പദ്ധതിയുടെ ഭാഗമായി തൃശൂരിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോലുകൾ കൈമാറി. ഇന്ത്യയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കല്യാൺ ജുവലേഴ്സുമായി സഹകരിച്ചാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പാക്കിയത്. 24 വീടുകളാണ് ഭവനരഹിതർക്കായി ഒരുക്കിയിട്ടുള്ളത്. തൃശൂരിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി VS സുനിൽകുമാറും കല്യാൺ ജുവലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമനും ചേർന്ന് വീടുകളുടെ താക്കോൽ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ TV അനുപമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.